പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്നത്തെ വാർത്താ പകലിൽ ഒരുപാട് ദുരിതങ്ങളാണ് ഉത്തരേന്ത്യ അനുഭവിച്ചത്. വെയിൽ വന്നാലും മഴ വന്നാലും ഉത്തരേന്ത്യക്ക് ഒരുപോലെയാണ്. ദുരിതങ്ങളുടെ പെയ്ത്ത് തന്നെയായിരിക്കും. ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നുവെന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോയിൽ നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രേറ്റർ നോയിഡയിൽ കെട്ടിടം തകർന്ന് 3 കുട്ടികൾ മരിച്ച കാര്യം പ്രേക്ഷകർക്ക് അറിയാം. അതുപോലെ ഡൽഹിയിലെ വസന്ത് വിഹാറിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അവരെ യഥാർത്ഥത്തിൽ മണിക്കൂറുകൾ 10, 18, 20 മണിക്കൂർ നീണ്ടുപോയ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു രക്ഷാ ഏജൻസികൾ. പക്ഷേ അതൊക്കെ താറുമാറായി 3 പേരും മരണത്തിന് കീഴടങ്ങി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരുപാട് വാഹനങ്ങൾ മണ്ണിലടിയിൽ പെട്ടുപോയി എന്ന വാർത്തയുണ്ട്. ശക്തമായ മഴയിൽ ഗുജറാത്ത് രാജ്കോട്ടിലെ വിമാനത്താവളത്തിൻ്റെ മേൽക്കൂരയും തകർന്നു വീണു. അങ്ങനെ കുറേ അധികം വാർത്തകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായ ഒരു പകലാണ് കടന്നുപോകുന്നത്. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ നോയിഡയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കെട്ടിടത്തിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂർ ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് മുകളിൽ കളിച്ചുകൊണ്ടിരുന്ന 8 കുട്ടികൾക്ക് മുകളിലൂടെയാണ് കെട്ടിടം തകർന്നു വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുട്ടികളെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ എത്തിയ പോലീസ് സംഘവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റ 5 കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ഗ്രാമവാസികൾ പ്രതികരിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കെട്ടിടം തകർന്നു വീഴാൻ ഇടയാക്കിയതെന്നും ആരോപണമുണ്ട്. यानी कि जो फिर प्रशासन भी जो है थोड़ा समय के बाद में जैसे ही कॉल करी तो प्रशासन भी आ गया है. तो उस टाइम पे जब प्रशासन आया था जो बच्चों को निकाल दिया गया था, हॉस्पिटल भेज दिया गया. और उसके बाद में जो है प्रशासन भी फिर काफ़ी ज़ोर शोर से जो सभी आए. और ये क्या नाम है, गांव वाले भी काफ़ी रहे. जो आसपास के जो गांव थे उनमें से भी जिसको भी मालूम पड़ता रहा वो करीब सभी आते रहे. 25 മണിക്കൂർ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് തൊഴിലാളികളുടെ മൃതദേഹം പുറത്തെടുത്തത്. ബീഹാർ, മധ്യപ്രദേശ് സ്വദേശികളാണ് മരിച്ചത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് സമീപം കുടിൽ കെട്ടിയാണ് ഇവർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കെട്ടിടം തകർന്നു വീണത്. അപകടത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിംലയിൽ മണ്ണിടിച്ചിലുണ്ടായി. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലായി. ശക്തമായ മഴയിൽ ഗുജറാത്ത് രാജ്കോട്ടിലെ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു. ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടമുണ്ടായപ്പോൾ വിമാനത്താവളത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. നിർമ്മാണ കമ്പനി അധികൃതരെയും പോലീസ് ചോദ്യം ചെയ്യും. ഉത്തരേന്ത്യയിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. പലയിടങ്ങളിലും മഴ അലർട്ടുകളും നൽകിയിട്ടുണ്ട്. വിനീത വിജി, 24, ഡൽഹി. എന്തായാലും വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. മഴക്കെടുതികൾ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ് ഉത്തരേന്ത്യയെ. ഉത്തരേന്ത്യയിൽ യഥാർത്ഥത്തിൽ അത്ര കൂടുതൽ മഴ വന്ന് നാശങ്ങൾ വിതയ്ക്കാത്ത സമയമായിരുന്നു. എന്നാൽ പെട്ടെന്ന് വേനൽ മഴയ്ക്ക് വഴുതി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം.